സ്റ്റേജ് കെട്ടി റോട്ടിൽ കൂടെ ആളുകൾക്ക് പോവാൻ പറ്റാണ്ടായപ്പോ ഇവിടെ കോമ്രേഡ്സിന് കോടതി വയർ നിറച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന്ന് പഠിച്ചോ? ഇല്ല. പിന്നെയും ന്യായീകരണ ക്യാപ്സ്യൂളുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. പുരായണം ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് റോഡുണ്ടോ സഖാവേ ഒരു സ്റ്റേജ് കെട്ടാൻ. ഇതെന്താണ് ഇവിടെ ഇത്രയും വലിയ ആളും ബഹളവും? ഇനി CPM-കാര് ഇവിടെയും റോഡടച്ച് വല്ല സ്റ്റേജും കെട്ടിയിട്ടുണ്ടാ? അല്ല, സാധാരണ ഇപ്പോ CPM-ന്റെ ട്രെൻഡ് അതാണല്ലോ, സ്റ്റേജ് കെട്ടി റോഡ് ബ്ലോക്ക് ആക്കി ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഘോരം പ്രസംഗിക്കുന്ന പുതിയ തരം വിപ്ലവം. ഇവിടെ റോഡ് ക്ലോസ് ചെയ്ത് സ്റ്റേജ് കെട്ടി എന്നുള്ള ആക്ഷേപം ഞങ്ങളെല്ലാം പരിശോധിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനുള്ള അനുവാദവും വാങ്ങി. അതോടൊപ്പം തന്നെ ഒരു റോഡിലൂടെ യഥേഷ്ടം വാഹനങ്ങൾ പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. സഖാക്കൾ ഒഴികെ ബാക്കി എല്ലാവരുടെ കാഴ്ചയ്ക്കും എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. പിന്നല്ലാണ്ട് വളരെ സുഗമമായ രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന പോലെയല്ലേ റോഡ് ബ്ലോക്ക് ആക്കി നമ്മുടെ കോമ്രേഡ്സ് സ്റ്റേജ് കെട്ടിയിട്ടുള്ളത്. പാളയ ഏരിയ സെക്രട്ടറി പറഞ്ഞത് എത്ര സത്യമായ കാര്യം. ഇവിടെ വഞ്ചിയൂർ കോടതി, ഇവിടെ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ, ഇവിടെ ജനറൽ ഹോസ്പിറ്റൽ, അങ്ങനെ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള സ്ഥലത്താണ് പാർട്ടി പരിപാടിക്ക് വേണ്ടിയിട്ട് സ്റ്റേജ് കെട്ടിയിട്ടുള്ളത്. ഇന്ന് ജനറൽ ഹോസ്പിറ്റൽ റോഡ് സ്മാർട്ട് സിറ്റിക്കാർ റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ജാഥ വരുന്നതിലേക്ക് വേണ്ടി മാത്രമാണ് തുറന്നത്. ഇന്ന് ക്ലോസ് ചെയ്ത് അവിടുത്തെ വാട്ടർ ലൈൻ, പുതിയ ലൈൻ സ്ഥാപിക്കാനും അത് മറ്റു ലൈൻ മറ്റേതോട്ട് കണക്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടി ആ റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. റോഡ് മുഴുവൻ അടച്ചു കെട്ടിയിട്ടൊന്നുമില്ലല്ലോ, കുറച്ച് ഭാഗം ഫ്രീ ആയിട്ട് ഇട്ടിട്ടില്ലേ? നിങ്ങൾക്കൊക്കെ അതിന്റെ ഓരം ചേർന്ന് പോക്കൂടെ? നാടിന് വികസനം വരണമെന്ന് ആഗ്രഹിക്കുന്നവര് അങ്ങനെയാ ചെയ്യണ്ടേ. സ്റ്റേജിന്റെ പരിസരത്ത് നമ്മുടെ അണികൾക്ക് ഒതുങ്ങി നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബാക്കി റോഡും കൂടെ കയ്യേറണം. നമ്മള് കോമ്രേഡ്സ് അല്ലേ, നമ്മള് വിപ്ലവത്തിന് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ആവാം. ഇതാണ് കേരളം. അല്ലാണ്ട് അവിടെ ചില പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇവിടെ സ്റ്റേജ് കെട്ടിയിട്ടുണ്ടെന്നുള്ളതല്ല. ഇല്ല, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇമാതിരിയാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു അവസ്ഥ. എങ്ങനെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അവതരിപ്പിക്കാൻ ചാൻസ് കിട്ടുമെന്ന് വിചാരിച്ച് ഒറ്റുനോറ്റ് നടക്കുന്ന കുറെ എണ്ണുണ്ട് ഇവിടെ. അതാണ് ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളെ കൊണ്ടൊക്കെ എന്തിനു കൊള്ള? ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കി സ്റ്റേജ് കെട്ടിയാനെ വിമർശിക്കാൻ വന്നിരിക്കുന്നു. ലേശം ഉളുപ്പുണ്ടോ നിങ്ങക്ക്? പക്ഷെ ഇവിടെ നിൽക്കുന്നതിനാ ഞാൻ പറയുമ്പോ എന്തെങ്കിലും അബദ്ധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പറഞ്ഞു പോവോ, എങ്കിലും അത് കിട്ടിയല്ലോ, അത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെയായി നിൽക്കുന്നത്. അല്ലാണ്ട് ഇവര് എന്റെ പ്രസംഗം കൊടുക്കാനോ നമ്മുടെ സമ്മേളനത്തിന്റെ വാർത്ത കൊടുക്കാനോ, നമ്മുടെ സമ്മേളനത്തിന് ആവശ്യമുള്ള പ്രചരണം ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അപ്പൊ വഴി തടഞ്ഞത് വാർത്ത കൊടുത്ത മാധ്യമങ്ങൾ കൈകുറ്റം. അതെ, മാധ്യമ പ്രവർത്തകർ ഒരു സ്റ്റെപ്പ് ഒന്ന് ബാക്കിലേക്ക് നിൽക്കൂ പ്ലീസ്. ഞങ്ങളുടെ കോമ്രേഡ്സ് റോഡിലേക്ക് ഇറക്കി ഒരു സ്റ്റേജ് കെട്ടിക്കോട്ടെ പ്ലീസ്. നല്ല പ്രചരണം കിട്ടിയ സമ്മേളനങ്ങൾ ചേരാൻ പോവാണ്. റോഡിന്റെ സൈഡിലല്ല, റോഡ് തന്നെയാണ് കുത്തിപ്പിടിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ വാർത്ത നേരത്തെ വന്നിട്ടുണ്ട്. നല്ലത്. റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടിയത് വിവാദമായാലെന്താ? പാർട്ടി സമ്മേളനം ഫേമസ് ആയില്ലേ? എങ്ങനെയുണ്ട് ഗൗതം മാഷിന്റെ ബുദ്ധി? എല്ലാറ്റിനും ഒരു പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഈ മാധ്യമങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ആ നെഗറ്റീവിന്റെ ഒപ്പം തന്നെ ഒരു പോസിറ്റീവ് ഉണ്ട്. ഒരു മനുഷ്യൻ തന്നെ രണ്ടാണ്. അതെ, നിൽക്കണ ഗോവിന്ദ മാഷല്ലേ? അത് ഗോവിന്ദ മാഷല്ല, ശരിക്കുള്ള ഗോവിന്ദ മാഷ് വേറെ എവിടെയോ ആണ്. അങ്ങനെ റോഡൊക്കെ കുത്തിപ്പൊളിച്ച് കെട്ടിയ സ്റ്റേജിൽ നിന്ന് നാട്ടുകാർക്ക് വേണ്ടി രണ്ട് ഗോവിന്ദ മാഷിൽ ഒരു ഗോവിന്ദ മാഷ് ഘോരം പ്രസംഗിക്കാണ് സുഹൃത്തുക്കളെ. അതൊക്കെ പരിഹരിക്കാൻ ഈ പാർട്ടി ജീവനുള്ള പാർട്ടിയാണ്. അതൊക്കെ നിസ്സാര മണിക്കൂറുകൾ കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോകും. കാരണം ഇത് വി ജോയിയുടെയോ MP നികേഷ് കുമാറിന്റെയോ അച്ഛന്റെ പാർട്ടി അല്ല. അതുപോലെ തന്നെ MP നികേഷ് കുമാറിന്റെയോ വി ജോയിയുടെയോ അല്ലെങ്കിൽ ഗോവിന്ദ മാഷിന്റെ ഒന്നും റോഡല്ലല്ലോ ഇത്. അതുകൊണ്ട് വഴി തടസ്സപ്പെടുത്തി സ്റ്റേജ് കെട്ടിയതിനും ഗതാഗത തടസ്സം സൃഷ്ടിച്ചതിനും കണ്ടാലറിയാവുന്ന 500 പേർക്കെതിരെ വഞ്ചിയൂർ പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. വഞ്ചിയൂർ മെയിൻ റോഡിലല്ല ഞങ്ങൾ സ്റ്റേജ് കെട്ടിയത്. വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി പൊതുസമ്മേളനം നടത്തേണ്ട സ്റ്റേജ് ആ നിലയിൽ കെട്ടേണ്ടിയിരുന്നില്ല എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത്. അങ്ങനെ കേസും മാപ്പ് പറച്ചിലും കുറ്റേറ്റു പറച്ചിലൊക്കെ ആയിട്ട് സ്റ്റേജ് രാഷ്ട്രീയം അതിന്റെ അടുത്ത ഘട്ടത്തിലെത്തി. അടുത്തതായി വെള്ളിയേട്ടനെ കടത്തിവിട്ടുകൊണ്ട് CPIയുടെ രംഗപ്രവേശനാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഫുട്പാത്തിലൂടെ ഒരു പൂച്ച കുഞ്ഞിന് പോലും നടന്നു പോകാൻ പറ്റാത്ത തരത്തിലുള്ള വിപ്ലവ പ്രവർത്തനം. കേസെടുത്ത് നമ്മുടെ കോമ്രേഡ്സിനെ അങ്ങ് പേടിപ്പിക്കാന്ന് കരുതുവോ? ഫുട്പാത്തിൽ കൂടെ ആണോടോ വഴി അടക്കുന്നത്? വഴി മാറി പോണം മിച്ചർ. നമ്മളൊരിക്കലും ഒട്ടും നിയമം ലംഘിച്ചിട്ടൊന്നുമില്ല. ഇതിനകത്ത് ഈ ഫുട്പാത്തിനകത്ത് കുറച്ച് കസേര ഉണ്ടെന്നുള്ളത് ശരിയാണ്. സ്റ്റേജ് റോഡിലേക്കല്ല, റോഡിന്റെ ഗതാഗത തടസ്സം ഇല്ലാതെയാണ് സ്റ്റേജ് നിൽക്കുന്നത്. സ്റ്റേജ് ആയിട്ടുള്ള ടെമ്പററി ആണ്, എപ്പോഴും മാറുന്നില്ല. അങ്ങനെ അല്ലാതെ ഒരു തടസ്സപ്പെടുത്തിയല്ല ആയിട്ടില്ല. ഫുട്പാത്തിൽ കുറച്ച് കസേര ഉണ്ടത് എങ്ങനെ നിയമലംഘനാവും? മുടുക്കനാ
കഴിഞ്ഞ ആഴ്ച നമ്മൾ കലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്രം പോരാ. അങ്ങനെ ഹൈക്കോടതി അവസാനം വടിയെടുത്തു. സർക്കാരിനും പോലീസിനും നല്ലോണം കിട്ടി. യോഗം നടത്തിയവർക്കൊക്കെ അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നു ഹൈക്കോടതി പറഞ്ഞു. അതോടൊപ്പം തന്നെ നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുന്നു ഹൈക്കോടതി ആഞ്ഞടിച്ചു. നോക്കൂ, ഇന്ത്യയിൽ മറ്റേത് പാർട്ടി ഉണ്ടോ ഇങ്ങനെ? മറ്റേത് പാർട്ടി ഉണ്ട്? കോടതി വടിയെടുത്തതോടെയെങ്കിലും നമ്മുടെ കോമ്രേഡ്സ് നന്നാവുമെന്ന് വിചാരിച്ചല്ലേ? പിന്നെ അതിന് വേറെ ആൾ നോക്കണം. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് വിശദമായി താത്വികമായി നമ്മുടെ വിജയരാഘവൻ സഖാവ് വ്യക്തമായി പറഞ്ഞു തരുന്നതായിരിക്കും. അതിനുവേണ്ടി മൂപ്പർക്ക് കുറച്ച് സമയം വേണം. വരൂ വരൂ, വിജയരാഘവൻ സഖാവിന്റെ ഒരു അടിപൊളി പ്രസംഗമുണ്ട്, നമുക്കത് കേൾക്കാം. ഇവിടെ എന്താ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ ബ്ലോക്ക് ഉണ്ടായാൽ എന്താ പ്രശ്നം? നമ്മുടെ കോമ്രേഡ്സ് അതൊക്കെ നോക്കിക്കോളൂലേ. സഹിച്ചൂടാ. അയ്യോ, റോട്ടൊക്കിൽ മാർസിസ്റ്റേര് പൊതുയോഗം വെച്ചു. കാറ് പോവാത്ത റോട്ടിൽ സ്റ്റേജ് കെട്ടി കുടുങ്ങിയില്ലേ മനുഷ്യൻ. ഏതോ റോട്ടൊക്കെ സ്റ്റേജ് കെട്ടിയാ തുടങ്ങിയില്ലേ. അപ്പോഴേക്കും മറ്റേ കേസ് സുപ്രീം കോടതിയിലേക്ക്. എന്തിനും ഇവിടെ ഒരു ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിന് സ്റ്റേജ് കെട്ടി സുപ്രീം കോടതിയിൽ പോയി കേസ് എടുക്കുക. എന്താ കാര്യം? അങ്ങനെയൊക്കെയാണ്. വലിയ പബ്ലിസിറ്റി കിട്ടും. പബ്ലിസിറ്റി ഇങ്ങക്കല്ലേ വിജയരാഘവൻ സഖാവേ? അങ്ങനെയല്ലേ ഗോവിന്ദ മാഷ് പറഞ്ഞത്? 10 മനുഷ്യൻ എത്ര സ്ഥലം പോരെ? 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെങ്കിലും ആലോചിക്കേ. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോഴും അത് തന്നെ ബൂർഷ്വാസികളാണ് ഈ നാട് നശിപ്പിക്കുന്നത്. നടന്നു പോകേണ്ടതിന് പകരം കാറിന് പോണു. എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? ആ കാർ അങ്ങോട്ട് ഒതുക്കിയിട്. വിജയരാഘവൻ സഖാവിന് പ്രസംഗം കഴിഞ്ഞിട്ട് കാറിന് പോകേണ്ടതാണ്. പണ്ടൊക്കെ നമ്മൾ നടന്നുമില്ലേ? ഇത്ര കാർ വേണമെന്ന് ആരെയും ചോദിക്കില്ല. ആരും ചോദിക്കില്ലല്ലോ. എന്നാ ഇത്ര വലിയ കാർ വേണോ? അത് വേണം. ഒരു കുഞ്ഞിക്കാർ പോയപ്പോ സന്തോഷം. നല്ല ന്യായീകരണം. രൂക്ഷ വിമർശനം ഉന്നയിച്ച് ഇവരൊക്കെ നന്നാക്കാൻ നോക്കി ഹൈക്കോടതി ഇപ്പൊ ആരായി? എന്റെ സഖാവെ, ഇനിയും ക്യാപ്സ്യൂൾ ഇറക്കല്ലേട്ടാ, താങ്ങാൻ വയ്യ. അതുകൊണ്ടാണ്. കാറൊക്കെ റെഡി അല്ലേ? പ്രസംഗം കഴിഞ്ഞിട്ട് വിജയരാഘവൻ സഖാവിനും ഗോവിന്ദ മാഷിനും പോകേണ്ടതാണ്. കാറിൽ AC ഒക്കെ ഉണ്ടല്ലോ. നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചതിന്, അതും പല രീതിയിൽ പലതരത്തിൽ ബുദ്ധിമുട്ടിച്ചതിന് ഇതിനും വലിയ ന്യായീകരണം എനിക്ക് കേൾക്കാനില്ല മക്കളെ. കോടതി ഇവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ എന്തോ. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി പിന്നെ കാണാം. എനിക്ക് പോവാനായിട്ട് ഭൂശ്വാസികളുടേതല്ലാത്ത വല്ല ചെറിയ കാറോ ചെറിയ ഓട്ടോറിക്ഷയോ കിട്ടോ നോക്കണം.